ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എനിക്ക് റമദാൻ മാസം വന്നിട്ടുള്ള രണ്ടാമത്തെ ഓർഡറാണ് കേട്ടോ. അൽഹംദുലില്ലാ നല്ല രീതിയിൽ തന്നെ ഓർഡേഴ്സൊക്കെ പോകുന്നുണ്ട്. ഇത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ ഇത്. കാരണം ഇത് എനിക്ക് ഓർഡർ തന്നിട്ടുള്ളത് കുഞ്ഞു മക്കളാണ് കേട്ടോ. അവർ 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണ്. അവരുടെ പ്രിയപ്പെട്ട മിസ്സിന്റെ ബർത്ത്ഡേക്ക് അവരെല്ലാവരും കൂടിയിട്ട് ഒരു സർപ്രൈസ് കൊടുക്കുന്നതാണ് കേട്ടോ ഈ ഒരു കേക്ക്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചതിന് ശേഷം നിങ്ങൾ എത്തിച്ചു തരണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. മിസ് വരുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾക്ക് അത് കേക്ക് സെറ്റ് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഞാൻ കേക്ക് കൊണ്ട് നേരെ സ്കൂളിലോട്ട് പോയി. സ്കൂളിൽ ചെന്നപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റിലായിരുന്നു കേട്ടോ. പിള്ളേരെല്ലാവരും ഭയങ്കര എക്സ്പ്രഷനൊക്കെ വാരി ഉതറിയിരുന്നുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം. എൻ്റെ ഈ ഒരു കേക്ക് ജേണിയിൽ ഞാൻ ഇത്രയും സന്തോഷിച്ചൊരു ദിവസം ഉണ്ടായിട്ടില്ല കേട്ടോ. ഇത്രയും ഞാൻ കേക്ക് സെയിൽ ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെ ഒരു വെൽക്കം കിട്ടിയിട്ടില്ല കേട്ടോ. ഇത് എനിക്ക് വട്ടായതാണോ അതോ കുട്ടികൾക്ക് മൊത്തത്തിൽ വട്ടായതാണോ എന്നുള്ളത് എനിക്കറിയില്ല. എന്നാലും എനിക്ക് അത്രയും സന്തോഷമായി. കാരണം ഞാൻ കേക്ക് മറ്റേ സ്വർണം കൊണ്ട് ഉണ്ടാക്കി ചെന്നമായിരുന്നു കേട്ടോ. കുട്ടികളുടെ എക്സ്പ്രഷനൊക്കെ എന്തായാലും എനിക്ക് നല്ല സന്തോഷമായി. അങ്ങനെ അവിടെ ചെന്ന് കേക്കൊക്കെ ഞാൻ റെഡിയാക്കി സെറ്റാക്കിങ്ങാണ്ട് മേശമ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അവരുടെ മിസ് വന്നിട്ട് അവർ കട്ട് ചെയ്തോളാന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ സെറ്റാക്കിങ്ങാണ്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു. എന്തായാലും റമദാൻ മാസത്തിലായതുകൊണ്ട് തന്നെ നമുക്ക് ടേസ്റ്റ് നോക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇനി അവരുടെ അഭിപ്രായം എന്താന്നുള്ളത് അറിയാനുള്ള കട്ട വെയിറ്റിങ്ങിലാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഓരോരുത്തൊക്കെ ടാറ്റ കൊടുത്തെങ്ങാണ്ട് ഞാൻ തിരിച്ചു പോന്നിട്ടുണ്ട്. ഇനി അവർ മുറിക്കട്ടെ, അവർ കഴിക്കട്ടെ. ബാക്കി നമുക്ക് വീഡിയോസിൽ ഞാൻ ഇതിന്റെ ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്യാം. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഒരു ചെറിയ കേക്ക് ആയിക്കോട്ടെ, ഒരു വലിയ കേക്ക് ആയിക്കോട്ടെ, അങ്ങനെയല്ല എന്തായിക്കോട്ടെ, ഒരു ബിസിനസ്സുകാരെ അപേക്ഷിച്ച് അത് നമ്മൾ പ്രൊവൈഡ് ചെയ്ത ഒരാൾ അത് അത്രയും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കില്ലേ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു സന്തോഷം. ആ ഒരു സന്തോഷത്തിലാണ് കേട്ടോ ഞാനിപ്പോൾ ഈ പടച്ചോനെ ഞാൻ എന്തൊക്കെയാ പറയുന്നത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സംഭവം നിങ്ങൾക്കും എനിക്കും മനസ്സിലായ സ്ഥിതിക്ക് ടാറ്റാ.